ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാർ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/3 കപ്പ് തുവരപ്പരിപ്പാണ് ഞാൻ അതിനു വേണ്ടി എടുത്തത്. 1/3 കപ്പ് എന്ന് പറയുന്നത് 85 ml ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അരമണിക്കൂർ ഞാനിവിടെ കുതിർത്ത് വയ്ക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് കിട്ടുന്ന വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സാമ്പാർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു കഷ്ണം ചുരക്ക എടുത്തിട്ടുണ്ട്, 8 അമരയ്ക്ക, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി, ഒരു മുരിങ്ങയ്ക്ക, കുറച്ച് മല്ലിയില, ഇത്രയുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ താളിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളകും 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പിലയുമാണ്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. ബാച്ചിലേഴ്സിനും പാചകമൊക്കെ ചെയ്തു തുടങ്ങുന്ന എൻ്റെ കൊച്ചു അനിയത്തിമാർക്കുമൊക്കെ ഇത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കുക്കറിൽ നമ്മൾ കുതിർത്ത് വെച്ച പരിപ്പാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പരിപ്പിനനുസരിച്ച് വേവിൽ ചെറിയ വ്യത്യാസമുണ്ടാകാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. 2 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർക്കാം. ഇനി നമുക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന പരിപ്പിന് വേവ് കൂടുതലാണെങ്കിൽ ആദ്യം പരിപ്പ് മാത്രം ചേർത്ത് 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം മറ്റുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്ത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ പ്രഷർ കുക്കറിൻ്റെ എല്ലാ പ്രഷറും റിലീസായതിനു ശേഷമാണ് ഞാനിവിടെ തുറന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി കുറച്ച് കായം കൂടി ഇതിലേക്ക് ചേർക്കണം. വളരെ രുചികരമായ കേരള സ്റ്റൈൽ സാമ്പാർ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തിളവന്ന ശേഷം നമുക്കിത് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 നുള്ള് ഉലുവ കൂടി ചേർക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ 1-2 പച്ചമുളക് ചേർക്കാം. 3 ഉണക്കമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിക്കാം. സാമ്പാറിൽ ഈ കടുക് താളിച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കണം. അങ്ങനെ നമ്മുടെ രുചികരമായ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്